കോട്ടയം കളക്ടറേറ്റിൽ സംഘർഷാവസ്ഥ. ADM ബീന പി ആനന്ദിനെ ഉപരോധിക്കുന്നു. CPM സർവീസ് സംഘടനയായ NGO യൂണിയനാണ് ADMനെ ഉപരോധിക്കുന്നത്. NGO യൂണിയനിൽപ്പെട്ട റവന്യൂ വകുപ്പ് ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നു എന്നാരോപിച്ചാണ് ഉപരോധം. കോട്ടയം കളക്ടറേറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. പാട്ടൊക്കെ പാടിക്കൊണ്ട് മുദ്രാവാക്യങ്ങൾക്ക് വിളിച്ചുകൊണ്ട് ADMനെ ഉപരോധിക്കുകയാണ് അവിടെ. ഷിനോജ് എസ് ടി വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ഷിനോജ്, എന്തിന്റെ പേരിലാണ് ഈ ഉപരോധം? ഇവർ പറയുന്ന ഈ സ്ഥലമാറ്റം, ആ ആരോപണത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഏതെങ്കിലും തരത്തിൽ ഇവരെ പിരിച്ചുവിടാനായിട്ടുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ? അനുനയ നീക്കങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടോ? പക്ഷേ ഇന്ന് രാവിലെ 10 മണി മുതലാണ് കോട്ടയം കളക്ടറേറ്റിൽ ഇത്തരത്തിലുള്ള സമരം CPMന്റെ സർവീസ് സംഘടനയായ NGO യൂണിയൻ ആരംഭിച്ചത്. ആ ഉപരോധം ഇപ്പോഴും തുടരുകയാണ്. ADMായിട്ടുള്ള ബീന പി ആനന്ദിനെയാണ് ഇന്ന് രാവിലെ മുതൽ ഈ NGO യൂണിയനിൽപ്പെട്ട ജീവനക്കാർ ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെയൊക്കെ ഇത്തരത്തിൽ മറ്റ് ഭിന്നശേഷിക്കാരായ ജീവനക്കാരെ ഉൾപ്പെടെ പൂട്ടിയിട്ടതായിട്ടുള്ള ഒരു ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ അത്തരത്തിൽ പൂട്ടിയിട്ട ജീവനക്കാരെയൊക്കെ പോലീസൊക്കെ ചേർന്നാണ് അവരെ പുറത്തിറക്കിയത്. ഏതായാലും ഈ പ്രധാനപ്പെട്ട സമരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് HRMS അട്ടിമറിച്ചുകൊണ്ട് കളക്ടറിൽ NGO യൂണിയനിൽപ്പെട്ട ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നു ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ഈ സ്ഥലമാറ്റ ഉത്തരവ് പിൻവലിക്കാതെ ഇവിടെ നിന്ന് മടങ്ങിപ്പോകില്ല എന്ന് തന്നെയാണ് ഈ യൂണിയനിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ പറയുന്നത്. മാഡം, എന്താണ് ഉദ്ദേശിക്കുന്നത്? സമരത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അന്യായമായിട്ടുള്ള സ്ഥലമാറ്റം നടത്തിയതിനെതിരെയാണ് NGO യൂണിയന്റെ നേതൃത്വത്തിൽ സമരം നടത്തുന്നത്. എത്ര കാലം ഇത്തരത്തിലുള്ള ഒരു ADMന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള? വളരെ കുറച്ച് നാളുകളായി. കഴിഞ്ഞ മാസം ഒരു സൂചന പണിമുടക്കം നടത്തിയിരുന്നു. അപ്പം നമ്മുടെ NGO യൂണിയൻ്റെ ആവശ്യം ഉന്നയിച്ച് തരാമായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ വീണ്ടും നമുക്കത് സമരത്തിലേക്ക് കടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്, വാക്ക് പാലിക്കാത്ത സാഹചര്യത്തിൽ. സ്ഥലമാറ്റ ഉത്തരവ് പിൻവലിക്കുന്ന നല്ല സൂചന ഉണ്ടോ? അങ്ങനെയാണ് ഭാരവാഹിയുണ്ട്, അവർ ബൈറ്റ് തരും. എന്താ പറയുന്നത്? അവരുടെ ഭാഗത്ത് നിന്ന് നിലവിൽ അത്തരത്തിൽ എന്താ ഉപരോധം തുടരുകയാണ്. ജില്ലാ സെക്രട്ടറി കാര്യങ്ങൾ ബോധിപ്പിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അവിടെയുള്ള NGO യൂണിയന്റെ ഭാഗത്ത് നിന്ന് പ്രതിനിധികളൊക്കെ പറയുന്നത്. എന്തായാലും ADMനെ ഉപരോധിക്കുന്നത് തുടരുന്നു.